ഇത് ഒരു ആഭ്യന്തര കലാപമല്ല, ഇതൊരു ജനതയുടെ നിലവിളിയാണ്. ഇറാനിൽ ഇന്ന് നടക്കുന്നത് നിയമസംരക്ഷണമല്ല, മറിച്ച് ഭരണകൂട ഭീകരതയാണ്. സ്വാതന്ത്ര്യം ചോദിച്ചതിനാണ് വെടിയുണ്ട മറുപടിയായത്. ന്യായം ആവശ്യപ്പെട്ടവർക്കാണ് ശവക്കുഴി സമ്മാനമായത്. സ്ത്രീകളും യുവാക്കളും വിദ്യാർത്ഥികളും അടങ്ങുന്ന ആയുധമില്ലാത്ത ജനങ്ങളെ ഭരണകൂടം തെരുവുകളിൽ കൂട്ടക്കൊല ചെയ്യുന്നു. ഇത് സുരക്ഷാ നടപടിയല്ല, ഇത് ഭയം വിതച്ച് ഭരണം നിലനിർത്താനുള്ള ശ്രമം മാത്രമാണ്. ഒരു ഭരണകൂടം സ്വന്തം പൗരന്മാരെ ശത്രുക്കളായി കാണാൻ തുടങ്ങുന്ന നിമിഷം അത് ഭരണകൂടം അല്ലാതാകും. അതൊരു അടിച്ചമർത്തൽ യന്ത്രം മാത്രമായി മാറും. ഇറാൻ ഭരണകൂടം ഇന്ന് ലോകത്തോട് പറയുന്നത് ഒറ്റ കാര്യം മാത്രം: ഞങ്ങൾ അധികാരത്തിൽ തുടരാൻ ജനങ്ങളുടെ രക്തം പോലും ഒഴുക്കും. പക്ഷേ ചരിത്രം സാക്ഷിയാണ്. വെടിയുണ്ടകൾക്ക് സത്യം നശിപ്പിക്കാൻ കഴിയില്ല. ഭയത്തിന് ശാശ്വത വിജയം നേടാൻ ഒരിക്കലും കഴിയില്ല. കൂട്ടക്കൊലകൾക്ക് ശേഷം ന്യായത്തിന്റെ ചോദ്യം കൂടുതൽ ഉച്ചത്തിൽ ഉയരുക തന്നെ ചെയ്യും. ഇത് ഇറാനിലെ പ്രതിഷേധക്കാരുടെ പോരാട്ടം മാത്രമല്ല, മനുഷ്യാവകാശത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പോരാട്ടമാണ്. നിശബ്ദത ഒരു കൂട്ടുപ്രവർത്തനമാണ്. ലോകം പ്രതിഷേധിക്കണം. ഇറാൻ ഭരണകൂടം ഈ കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഏറ്റെടുക്കണം.